ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. എന്താണ് വിശേഷമൊക്കെ? അങ്ങനെ ഇതാ വീണ്ടും ഒരു ചക്കക്കാലം കൂടി ആയി തുടങ്ങിയില്ലേ. അപ്പോൾ ഇന്ന് ഞാനൊരു ഇടിച്ചക്ക തോരനാണ് ഉണ്ടാക്കാൻ പോണത്. ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഞങ്ങളെ അയൽവക്കത്തൊക്കെ ഓരോ വീട്ടുകളുണ്ടായാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കും. അതുപോലെ കിട്ടിയൊരു ചക്കയാണ് കേട്ടത്. അപ്പോൾ ഇന്നലെ ഐഷാത്ത ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐഷാത്താനെ കുറിച്ചിട്ട്. അപ്പോൾ ഐഷാത്ത കൊണ്ടുവന്ന ഇടിച്ചക്കയാണ്. അപ്പോൾ അത് തോരൻ വെക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഇടിച്ചക്ക ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരിക കൊറോണ കാലമാണ്. ആ കൊറോണ കാലത്ത് നമ്മൾ ഈ ഇടിച്ചക്ക വെച്ചിട്ട് ചില്ലി ചിക്കൻ പോലെ പൊരിച്ചിട്ട് ഇറക്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇടിച്ചക്ക കൊണ്ട് എന്തെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇടിച്ചക്ക നമുക്ക് മുറിച്ചെടുക്കാം. പകുതി ഇടിച്ചക്കയാണ് ഇട്ട് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ മേലത്തെ മുള്ളു പോലത്തെ സാധനമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കളഞ്ഞിട്ട് എടുക്കണം. ഇപ്പോൾ കണ്ടില്ലേ, നല്ല ഇടിച്ചക്കയാണ് കേട്ടോ. നന്നായി മൂത്തിട്ടുമില്ല, എന്നാൽ നല്ല ചള്ളും അല്ലാത്ത പോലത്തെ ഇടിച്ചക്കയാണ്. ചില സ്ഥലങ്ങളിൽ ഇടിയൻ ചക്ക എന്ന് പറയില്ലേ, ഞങ്ങളിവിടെ ഇടിച്ചക്ക എന്നാണ് പറയുക. അപ്പോൾ ഓരോ നാട്ടിലേക്ക് ഓരോ പേരുകളാണല്ലോ. എൻ്റെ ഉമ്മക്ക് ഇടിച്ചക്ക വെക്കുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ചെറിയ കഷ്ണങ്ങളാക്കി ഇതിൻ്റെ മേലത്തെ മുള്ളൊക്കെ കളഞ്ഞത് ചെറിയ കഷ്ണങ്ങളാക്കി കുനുകുന അരിഞ്ഞിട്ടെടുക്കും. ഇപ്പം ആർക്കും അതിനൊക്കെ സമയം. എനിക്ക് ഇങ്ങനെ ഇരുന്ന് അരിയാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല. പിന്നെ കുറച്ച് മടിയും കൂടി ഉള്ളതാണ്. അപ്പോൾ അത് കാരണം ഞാനിതിങ്ങനെ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുക, എന്നിട്ട് ഉടക്കുകയാണ് ചെയ്യുക. അപ്പോൾ പിന്നെ പെട്ടെന്നാവുമല്ലോ. ചിലപ്പോൾ അതുകൊണ്ടാവും ഇടിച്ചക്ക എന്നൊക്കെ പേര് വന്നിട്ടുണ്ടാവുക, നമുക്കറിയില്ലല്ലോ. ഇടിച്ചെടുക്കണോണ്ടാവും. അപ്പോൾ അത് അതിൻ്റെ മീതത്തെ മുള്ളുകളൊക്കെ ഇങ്ങനെ നന്നായി ചെത്തി കളയണം കേട്ടോ. പിന്നെ കയ്യുമ്പോൾ കുറച്ച് എണ്ണയൊക്കെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ അത് കയ്യിൽ ഒട്ടി പിടിക്കുകയൊന്നുമില്ല. മുളഞ്ഞീനില്ല, ഞങ്ങളിവിടെ മുളഞ്ഞീനെന്ന് പറയാം, ചിലയിടത്ത് വളഞ്ഞീന്നും പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാ കയ്യിൻ്റെ അടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുത്താൽ മതി. അപ്പോൾ കയ്യിൽ ഒട്ടി പിടിക്കുകയൊന്നും ചെയ്യില്ല. അതുപോലെ ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട് പച്ചവെള്ളം ആക്കിയിട്ട് ഇങ്ങനെ ആക്കുകയാണെങ്കിലും അതും കയ്യിൽ ഒട്ടി പിടിക്കില്ല എന്ന്. അതെനിക്കറിയില്ല കേട്ടോ, ഞാൻ വെളിച്ചെണ്ണ തേച്ചിട്ടാണ് തേക്കാറുള്ളത്. ഇപ്പോൾ അതിൻ്റെ മീതത്തെ ആ ഒരു സാധനം ഉണ്ടല്ലോ, മുള്ളും കളയണം, പിന്നെ അതിൻ്റെ ആ കൂന് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അതും കൂടി ചെത്തി കളയണം കേട്ടോ, അല്ലെങ്കിൽ ആ ഭാഗം നല്ല കയ്പ്പ് വരും. ഇതുപോലെ നന്നാക്കി വൃത്തിയാക്കി എടുക്കണം കേട്ടോ. അതിൻ്റെ മുള്ളും കളയണം, അതിൻ്റെ മീതത്തെ സാധനം കൂടി കളയണം. എന്നിട്ട് പിന്നെ നമുക്കത് വേവിച്ചെടുക്കാനുള്ളതാണ്. പിന്നെ മുറിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിൽ ചെറുതാക്കി മുറിച്ചാലും കുഴപ്പമില്ല, വലുതാക്കി മുറിച്ചാലും കുഴപ്പമില്ല. നമ്മൾ വേവിച്ചിട്ടല്ല ഉടച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് വലിയ കഷ്ണമായിട്ട് തന്നെയാണ് മുറിച്ചെടുത്തേക്കുന്നത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അതുപോലെ ബെല്ലൈക്കൺ ഓണാക്കിയൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത് ഇടിച്ചക്കൊക്കെ ഒന്ന് കഴുകിയെടുത്ത് വന്നിട്ടുണ്ട്. വല്ല മണ്ണൊക്കെ ആയിട്ടുണ്ടാവുമല്ലോ അതിൻ്റെ പുറത്തത്തെ എല്ലാം എങ്ങനെയെങ്കിലും. അപ്പോൾ അത് കഴുകിയെടുത്ത് വന്നിട്ട് ഇതാ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ആവിമ വേവിച്ചെടുക്കാനും പറ്റും കേട്ടോ, അത് കുറേ സമയം പിടിക്കുമല്ലോ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഞാൻ മഞ്ഞൾപ്പൊടി ഇടുന്നില്ല, ചിലർ മഞ്ഞൾ ഇട്ട് കൊടുക്കും. ഞാനും ചില സമയത്ത് ഉണ്ടാക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ഇടും, ചിലപ്പോൾ മഞ്ഞൾപ്പൊടി ഇടാതെ ഉണ്ടാക്കും. അപ്പോൾ ഇന്ന് മഞ്ഞൾപ്പൊടി ഇടുന്നില്ല, അത് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് വേവാനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ആവിമ വേവിക്കുകയാണെങ്കിൽ കുറേ സമയം പിടിക്കും. ഇതാകുമ്പോൾ 1-2 വിസിലടിച്ച് വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ ഗ്യാസ് ലാഭിക്കാമല്ലോ, പിന്നെ നമുക്ക് പെട്ടെന്നാവുകയും ചെയ്യാമല്ലോ. അത് കാരണമാണ് ഞാൻ കുക്കറിലിട്ടത്. അപ്പോൾ അതവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോഴത്തേനും നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പുണ്ടാക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ കറിവേപ്പിൻ്റെ ഇലയും മറ്റേ വറ്റൽമുളകും താളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നാളികേരം വേണം കേട്ടോ. അപ്പോൾ ഒരു വലിയ മുറി നാളികേരമാണ് എടുത്തേക്കുന്നത്, അരമുറി. ഇടിച്ചക്ക കുറേ ഉണ്ടെങ്കിൽ ഒരു നാളികേരം അങ്ങനെ എടുക്കേണ്ടി വരും കേട്ടോ. ഇതിപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ അത് കാരണമാണ് ഞാൻ അരമുറി എടുത്തേക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് മഞ്ഞ കളർ വേണമെങ്കിൽ പാവിമ വെച്ചെടുക്കുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് ഇതിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താലും മതിയിട്ട് അരപ്പിൽ. അപ്പോൾ അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്, നമ്മൾ എരിവിന് ആവശ്യമുള്ളത്. ഇപ്പോൾ ഞാൻ 3 ഉണ്ടമുളകും 3 വലിയ മുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ എരിവിന് ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതിയിട്ട്. എരിവുള്ള മുളകാണെങ്കിൽ ഇത്ര ഒന്നും ഇട്ടേണ്ട ആവശ്യമില്ല. പിന്നെ 5 ചുവന്നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ചെറുള്ളി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ 5 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ കുഴപ്പമൊന്നുമില്ല, വെളുത്തുള്ളിയുടെ മണമൊക്കെ ഇഷ്ടമാണ്. ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ വെളുത്തുള്ളി ഇട്ട് കൊടുക്കണ്ട. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. നമുക്ക് അത് അവിടെ വേകുമ്പോഴത്തേന് ഇതിൻ്റെ അരപ്പോടെ റെഡിയാക്കി വെക്കാമല്ലോ. അതൊന്ന് ചതച്ചെടുത്താൽ മതി, കണ്ടില്ല, ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൂടെ ആയിട്ടുണ്ട്, അത് നമുക്ക് മാറ്റി വെക്കാം. നന്നായി അരയേണ്ട കേട്ടോ, ഒന്ന് ചതഞ്ഞ് വന്നാൽ മതി. ഇതാ ഒരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. ഈ ഇടിച്ചക്ക വേറൊരു രീതിയിലും കൂടി ഉണ്ടാക്കാം കേട്ടോ. നമ്മൾ പയറിട്ടിട്ടുണ്ടാക്കും, അതുപോലെ അല്ലാതെ നമ്മൾ ഉള്ളി മുളകും കൂടി കുത്തി കാച്ചുമല്ലോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് നാളികേരം ചിരകിയതും കൂടി ഇട്ട് കൊടുത്താൽ മതി, ചതക്കാതെ. എന്നിട്ട് അതിലേക്ക് ഇടിച്ചക്ക ഇട്ട് കൊടുത്താലും നല്ല രസമാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ അതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോഴത്തേനും നമ്മൾ ഇടിച്ചക്ക വെന്തിട്ടുണ്ട്. ഇനി ഇടിച്ചക്ക ഒന്ന് നമുക്ക് ഉടച്ചെടുക്കണമല്ലോ. അതിപ്പോൾ നമ്മുടെ മറ്റേ ഇടിക്കണ കല്ലുണ്ടല്ലോ, നമ്മുടെ ഉള്ളിമുളകും കുത്തണ കല്ലുണ്ടല്ലോ, അതുകൊണ്ടും 2 കുത്തി കൊടുത്താൽ പെട്ടെന്നായി വരും കേട്ടോ. വെന്ത സാധനമാണല്ലോ. ഞാൻ നന്നായി വേവിച്ചിട്ടില്ല കേട്ടോ. ഇടിച്ചക്ക നന്നായി വെന്തതാണെങ്കിൽ നമ്മളിങ്ങനെ ഉടക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഉടഞ്ഞു പോകും. ആ ഉടച്ചിൽ വേണ്ടല്ലോ, നമുക്കിങ്ങനെ തരിതരിയായിട്ട് കിട്ടണമല്ലോ, ഓരോ നാര് പോലെ ആയിട്ട് കിട്ടണമല്ലോ. അത് കാരണം ഒരു 3-4 വിസിലൊന്നും അടിക്കേണ്ട, 2 വിസിലടിച്ചാൽ മതി, അപ്പോഴന്നെ ആയി കിട്ടും. ഇനി നമ്മുടെ ചോപ്പർ ഉണ്ടല്ലോ, അതിലിട്ടിട്ട് ഒന്ന് വലിച്ചെടുത്താലും മതി കേട്ടോ, അപ്പോഴും ഇതേപോലെ ആയി കിട്ടും. ഇനി ഇതിപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് വേവിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ ഇടിച്ചക്ക ഒരു നാര് പോലെ ആയിട്ട് കിട്ടുകയും ചെയ്യും, നമുക്ക് നല്ല രസത്തിൽ ഇങ്ങനെ കൊലുകൊലിങ്ങനെ കെടുക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ആക്കിയെടുത്തത്. ഇപ്പോൾ നിങ്ങൾക്ക് ചെറുതാക്കി മുറിക്കാൻ സമയമുള്ളവരൊക്കെ ആണെങ്കിൽ ഇരുന്ന് മുറിച്ചോളൂ കേട്ടോ.
കണ്ടില്ലേ, നമ്മളിങ്ങനെ ആക്കി എടുക്കുമ്പോൾ ഇതുപോലെ ആയിട്ട് കിട്ടും. നമ്മൾ അരിഞ്ഞാൽ പോലും ഇങ്ങനെ കിട്ടില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ വേവിച്ചിട്ട് ഉടച്ചെടുത്താൽ മതി, പെട്ടെന്നായി കിട്ടുമല്ലോ. അപ്പോൾ ഇവിടെ അരപ്പും ഇടിച്ചക്കയും കൂടി റെഡിയായി വന്നിട്ടുണ്ടല്ലേ. ഇനിയിപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാത്രം, ചീഞ്ചട്ടി, അങ്ങനെ നമുക്ക് ഏതാണെങ്കിൽ അടുപ്പത്ത് വെക്കാം. മൺചട്ടിയിൽ വെക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ലതാണ്. അപ്പോൾ ഇത് വെക്കാനുള്ള മൺചട്ടി എൻ്റെ കയ്യിലില്ല. അപ്പോൾ മൺചട്ടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു കടായിയാണ് അടുപ്പത്ത് വെച്ച് കൊടുത്തേക്കുന്നത്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാ കടുക് ഇട്ടിട്ടുണ്ട്. ഇതവിടെ കടുകൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇതാ ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3 ഉണക്കമുളകാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കണം. ഇനി ആ മുളകൊക്കെ ഒന്ന് പൊട്ടണ വരെ ഒന്ന് നന്നായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കിയില്ലെങ്കിൽ മുളക് പൊട്ടി വരും കേട്ടോ. അല്ല, എന്നാലും 2 സൈഡും ഒന്ന് മുരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ആ മുളക് ലാസ്റ്റ് കടിക്കുമ്പോൾ നല്ല രസമാണല്ലോ. ഇനി ഇതിലേക്ക് മുന്നേ നമ്മൾ ചതച്ച് വെച്ച നാളികേരം ഉണ്ടല്ലോ, ആ നാളികേരം ഉള്ളിയൊക്കെ കൂടി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കുക. ഇപ്പോൾ അരച്ചതൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ഇട്ടതിൻ്റെ ശേഷം അതൊന്ന് റോസ്റ്റായി വരണം, പച്ചമണമൊക്കെ ഒന്ന് മാറണ വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് ആ വെളിച്ചെണ്ണയുടെയും പിന്നെ നാളികേരത്തിൻ്റെ എല്ലാം കൂടി ആകുമ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് മുന്നേ ചതച്ച് വെച്ച ആ ഇടിച്ചക്ക ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുക. ഇതും കൂടി ആയാൽ നമ്മുടെ പണി കഴിഞ്ഞു. ഇനിക്കൊന്ന് ഇളക്കി എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇടിച്ചക്ക തോരൻ ഉണ്ടാക്കാനൊക്കെ എളുപ്പമാണല്ലോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയാണോ ഉണ്ടാക്കുക അതോ ഇതിൽ വ്യത്യാസത്തിലാണോ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റിൽ പറയണം കേട്ടോ. ഞങ്ങൾക്ക് ഇത് ഈ വർഷത്തെ 2ാമത്തെ ഇടിച്ചക്കയാണ് കേട്ടോ. ആദ്യത്തെ ഇടിച്ചക്ക ഞങ്ങൾ പയറിട്ടിട്ട് ഉള്ളിമുളകും കുത്തി കാച്ചുക ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് തോരൻ വെക്കാമെന്ന് വിചാരിച്ച്. 2 വയസ്സാത്ത തന്നതാണ് കേട്ടോ. ഇവിടെ വീട്ടിൽ ഇടിച്ചക്ക ഉണ്ടായിട്ടുണ്ട്, അത് പൊട്ടിക്കുമ്പോൾ സമ്മതിക്കില്ല. ഉമ്മക്കത് പഴുത്തിട്ട് പൊട്ടിക്കലാണ് ഇഷ്ടം. അപ്പോൾ അപ്പുറത്ത് അയച്ചാത്ത ഇടിച്ചക്ക ആകുമ്പോൾ പൊട്ടിക്കും, നമ്മൾ പഴുത്തിട്ട് പൊട്ടിക്കും. അപ്പോൾ അത് കാരണം 2 ചക്കയും എല്ലാ സമയത്തും കിട്ടും. ഇതപ്പോൾ നമ്മുടെ ഇടിച്ചക്ക തോരനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇടിച്ചക്ക കിട്ടുമ്പോൾ ഇതുപോലൊക്കെ ഒന്ന് വെച്ച് നോക്കി നോക്കൂ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അതുപോലെ ബെല്ലൈക്കൺ ഓണാക്കിയൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.